നമസ്കാരം. A+ കിട്ടിയാൽ സാധാരണ എന്താണ് ചെയ്യുക? അനുമോദിക്കും, ഉപഹാരം കൊടുക്കും, ലഡു കൊടുക്കും, അല്ലേ? എന്നാൽ നമ്മുടെ കേരളത്തിൽ ഒരു മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്. അദ്ദേഹം വേദിയിലുണ്ടെങ്കിൽ കഥ മാറും. A+ കിട്ടിയ കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി പരസ്യമായി വിചാരണ ചെയ്ത് ചെവിക്കുന്നുള്ളി തനിക്ക് അക്ഷരം അറിയില്ലേടോ എന്ന് ചോദിച്ച് നാണം കെടുത്തു. അതെ, മുൻ മന്ത്രി KT ജലീലിന്റെ പുതിയ വിദ്യാഭ്യാസ പരിഷ്കാരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആളാരാ കക്ഷി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത പരിചയസമ്പന്നനാണ്. സർവകലാശാല മാർക്ക്ദാന വിവാദത്തിലും ബന്ധു നിയമന വിവാദത്തിലുമൊക്കെ പെട്ട് ഒടുവിൽ മന്ത്രിസ്ഥാനം വരെ രാജിവെക്കേണ്ടി വന്ന ചരിത്രമുള്ള അതേ KT ജലീൽ തന്നെ. മണ്ണാർക്കാട് നഗരസഭയിലെ വിജയോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വന്നതായിരുന്നു അദ്ദേഹം. ഹിന്ദിക്ക് A+ വാങ്ങിയ കുട്ടികളെ അനുമോദിക്കാൻ സ്റ്റേജിലേക്ക് വിളിച്ചു. അവിടെ വെച്ചാണ് നമ്മുടെ മുൻ മന്ത്രിക്ക് പെട്ടെന്നൊരു ചെക്കിംഗ് ഇൻസ്പെക്ടറുടെ മൂഡ് വന്നത്. കുട്ടികളോട് മാതാപിതാക്കളുടെ പേരും വിലാസവും ഹിന്ദിയിൽ എഴുതാൻ പറഞ്ഞു. പാവം കുട്ടികൾ പരീക്ഷാ ഹാളിലെ ടെൻഷനേക്കാൾ വലിയ ഭയത്തോടെ വേദിയിൽ വെച്ച് അതെഴുതി. എഴുതിയതിൽ ചെറിയൊരു പിഴവ് പറ്റി, അത്രയേ ഉള്ളൂ. സാറിന് നല്ല ദേഷ്യം വന്നു. ആ വീഡിയോ ഒന്ന് കാണാം. പുസ്തകത്തിന്റെ ഇതിവൃത്തം എന്താണ്? ആരായിരുന്നു പാത്തുമ്മ? ഹിന്ദിയിൽ A+ കിട്ടിയിട്ടുള്ള കുട്ടികൾ ഒന്ന് സ്റ്റാൻഡപ്പ്. എവിടെ? അനക്ക് കിട്ടിയിട്ടില്ലേ? ഹിന്ദിയിൽ കിട്ടിയിട്ടില്ല അല്ലേ? രക്ഷപ്പെട്ടു. വേറെ കുട്ടികൾ കമോൺ. എന്താ ദം ദം എന്ന് പറഞ്ഞാൽ അർത്ഥം? മൈക്ക് കൊടുക്കുന്നു. ഒരു മൈക്കില്ലടോ? അല്ല, അതിൻ്റെ ഒരു അർത്ഥമുണ്ട്. ദം ദം എന്ന് പറഞ്ഞാൽ അല്ല അല്ല ദം ദം എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്കട്ടെ നിക്കട്ടെ എന്നാണ്. സ്റ്റോപ്പ്. ദം ദം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, നിൽക്കട്ടെ എന്നാണ്. എന്താണ്? ഈ കുട്ടി ഇങ്ങനെ കാലിട്ടടിച്ച് വെള്ളം ഇങ്ങനെ വന്നപ്പോൾ ആ കുട്ടിയുടെ അമ്മ പറയാണ് വെള്ളത്തോട്, നിൽക്ക് നിൽക്ക്, സം സം. അതാണ് പിന്നീട് സം സം എന്ന് ആ പേര് വെള്ളത്തിന് വരാനുള്ള കാരണം. എന്താണോ? എനിക്ക് എഴുതാൻ പറ്റുമോ? അഡ്രസ്സ് എഴുതാൻ പറ്റുമോ? ഉറപ്പാണോ? ഇതിലൊന്നും എഴുത്. അഡ്രസ്സ് എഴുതാൻ അറിയില്ല. എടോ, അഡ്രസ്സ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ്സ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവികുമാർ എന്നല്ലട, രവികുലാർ എന്ന് എഴുതിക്കുന്നത് എന്താ? കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ചെവിയിൽ നുള്ളി. ദൃശ്യങ്ങൾ പുറത്ത്. ആ ദൃശ്യങ്ങളിലേക്ക്. ശരിയായിട്ടുള്ള ഭാഷ വേണ്ടേ, അക്ഷരത്തിന്റെ വേണ്ടേ? പിന്നെന്താണ്? മുഹമ്മദ് ഫൈസൽ. ഇതാണ്. അല്ലല്ല, അങ്ങനെ പറ്റില്ല. മുഹമ്മദ് അല്ല, ദാണ് എഴുതാം. ഇതല്ലേ ദാ? മുഹമ്മദ് അങ്ങനല്ലേ? ദാ. ആ, ഫൈസൽ. സഫീന. സഫീനാന്ന് വേണ്ട, സഫീന മതി. ഇതിനാന്നുണ്ട്. ടെൻഷനായ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. കണ്ടില്ലേ ദൃശ്യങ്ങൾ? കഷ്ടപ്പെട്ട് പഠിച്ച് A+ വാങ്ങി അഭിമാനത്തോടെ രക്ഷിതാക്കളുടെ കൂടെ അനുമോദനം വാങ്ങാൻ വന്ന കുട്ടികളാണ്. അവരെയാണ് നൂറുകണക്കിന് ആളുകൾക്ക് മുന്നിൽ വെച്ച് ഇത്തരത്തിൽ അപമാനിച്ചത്. ആ കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെ മനസ്സിൽ അത് എത്രമാത്രം വിഷമമുണ്ടാക്കിയിട്ടുണ്ടാകും. മിസ്റ്റർ KT ജലീൽ, സ്കൂൾ പരീക്ഷകളിൽ 100-ൽ 100 മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് പോലും ഒരു പൊതുവേദിയിൽ വന്ന് മൈക്കിന് മുന്നിൽ നിൽക്കുമ്പോൾ ചെറിയ തെറ്റുകൾ സംഭവിക്കാം. അതിനെ സ്റ്റേജിലിരുന്ന് പരസ്യമായി ശാസിക്കാനും ചെവിക്ക് നുള്ളാനും താങ്കൾക്ക് ആരാണ് അധികാരം തന്നത്? തെറ്റുകൾ തിരുത്തേണ്ടത് സ്നേഹത്തോടെയാണ്, അല്ലാതെ സദസ്സിന് മുന്നിൽ വെച്ച് വിചാരണ ചെയ്ത് അവരുടെ ആത്മവിശ്വാസം തകർത്തുകൊണ്ടല്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ കാണിക്കാത്ത ഈ അക്ഷര സ്നേഹം പാവം കുട്ടികളുടെ മേലെയല്ല കാണിക്കേണ്ടത്. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ അറിയില്ലെങ്കിൽ അവരെ പരസ്യമായി അപമാനിക്കാതിരിക്കാനെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ശ്രദ്ധിക്കണം. എന്തായാലും KT ജലീലിന്റെ ഈ പെരുമാറ്റത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.